ഇന്നലെ വൈകിട്ടാണ് നേര്യമംഗലത്തിന് സമീപം ചെമ്പൻകുഴിയിൽ അപകടമുണ്ടായ ഒരു വിദ്യാർത്ഥിനി മരിച്ചത്. ഈ വനമേഖലയിൽ നിന്ന് ഒരു ആന തള്ളി മറിച്ച് റോഡിലേക്ക് ഇടുകയായിരുന്നു. ആ സമയത്ത് ഇതുവഴി വരികയായിരുന്ന ഇരുചക്ര വാഹനത്തിന്റെ മുകളിലേക്കാണ് ഇത് വന്ന് വീണത്. അതിനെ തുടർന്നാണ് പാലക്കാട് സ്വദേശിയായിട്ടുള്ള ആൻമരിയ ഇവിടെ മരണം സംഭവിച്ചത്. ഈ മേഖലയിൽ സ്ഥിരം വന്യജീവി സംഘർഷങ്ങൾ ഉള്ള ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് നേര്യമംഗലം വനമേഖലയുമായി ബന്ധപ്പെട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ജനവാസ മേഖലയുമുണ്ട്, അതോടൊപ്പം തന്നെ വനമേഖലയുമുണ്ട്. പലതവണ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഈ മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കണം എന്നതടക്കമുള്ള ഒരു ആവശ്യം വനംവകുപ്പിന് മുന്നിൽ വെച്ചതാണെങ്കിലും കാര്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രദേശവാസികളുടെ ഒരു പരാതി. എന്താ ഏട്ടാ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രശ്നമൊന്നും ആനശല്യം 2023 മുതൽ 21 മുതൽ നിരന്തരം ആനശല്യമാണ്. ഇവിടെ 30 ആന ഒന്നിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. 27 ആനയെ ഓടിക്കാൻ കൂടിയ ഒരു വ്യക്തിയാണ് എൻ്റെ പറമ്പിൽ നിന്ന്. 27 ആനയെ ഓടിക്കാൻ കൂടിയ ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് ഫോറസ്റ്റുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഓടിച്ചു വിടുന്നത് അന്നേരം അവർ കയറി ചിലപ്പോൾ അക്കരയ്ക്ക് പോന്നിരിക്കും. ഇത് നാല് വസ്തുവിടെ അങ്ങ് തെറന്ന് വെച്ചാൽ ഫോറസ്റ്റുകാർ വന്ന് ഒരു ഗുണ്ട് പൊട്ടിക്കും. കിഴക്കുന്ന ആന ഓടിക്കാണ്ട് ഗുണ്ട് പൊട്ടിച്ചാൽ ആന പുടയുമ്പോൾ ഒരു പയ്യെ വന്ന് ഇടയ്ക്ക് കയറും. അന്നേരത്തേനും ഫോറസ്റ്റുകാർ സെൻറ്ററിൽ വരും. അവരവിടുന്ന് കൊണ്ടുപോടിച്ച് ആന പടിഞ്ഞാറോട്ട് പോകും. ഇത് എതിലെ കൂടെ ആന കയറുന്നത് എന്നും ആർക്കും ഒരു നിശ്ചയവും ഇല്ല. അതിനെ ശ്രദ്ധിക്കാനും ഇതിനെ ഒന്നും ഇവിടെ ആൾക്കാരുമില്ല. എന്താ ഇവിടെ ഈ വനംവകുപ്പിന്റെ ഒരു സേവനം ലഭിക്കുന്നില്ല? ഇവിടെ നിരന്തരമായ ആനശല്യം കുറെ നാളുകളായി. കുട്ടികൾ വഴികളെല്ലാം ബ്ലോക്കായി, കാര്യങ്ങളായി. ആനേനെ ഓടിച്ച് മടുത്തു. കൃഷിയിടങ്ങൾ കഴിഞ്ഞ 2022 എൻ്റെ ഒരു 800ഓളം വാഴകൾ നട്ടത് ഒന്നുമില്ലാത്തതുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു 2 രാത്രി കൊണ്ട്. നാളെ ഇതുവരെ പഞ്ചായത്തിന്റെ ഭാഗത്ത് ഒരു ആനുകൂല്യവും അതിനായിട്ട് കിട്ടിയിട്ടില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ നിരന്തരം പ്രശ്നങ്ങൾ. ഇപ്പൊ കണ്ട ഒരു ജീവൻ ഇവിടെ പൊലിഞ്ഞു. ഈ മുള്ളരിങ്ങാട് ഭാഗത്ത് ആന ഓടിച്ചതിന് ശേഷം ഇവിടെ ആനശല്യം കൂടിയിട്ടുണ്ടോ? അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഇത് ഉണ്ടാകാൻ കാരണം യാതൊരു ഇതുമില്ലാതെ അശാസ്ത്രീയമായിട്ട് തന്നെ അവിടുത്തെ പഞ്ചായത്തിന്റെയും വനംവകുപ്പിന്റെയും ഒത്താശയോടുകൂടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ആനകളെ അവിടുന്ന് തുരത്തി അവരുടെ വെറും എന്താ അതിന് പറയുന്നതെന്നറിയില്ല, എങ്ങനെയാണ് ഈ ആനകളെ അങ്ങോട്ട് കടത്തിവിടുന്നതെന്ന് ഇവിടെയുള്ള നാട്ടുകാർ ചോദിച്ചതാണ്. ഇവിടെയുള്ള പഴയ നാട്ടുകാർ ചോദിച്ചാണ് ഈ ആനകളെ എങ്ങനെയാണ് നിങ്ങൾക്ക് കടത്തിവിടാൻ സാധിക്കുന്നത്. അവര് ഈ ആനകളെ 2 ദിവസമായിട്ട് പ്രകോപിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നു. അതിനുശേഷമാണ് ഇതുപോലെ ആന കലിതുള്ളി. ഇന്നലെ ഈ കൊച്ചിന്റെ മേളിലേക്ക് മരം മറിച്ചിട്ടതിന് ശേഷം 2-3 മണിക്കൂർ ഇവിടെ നിന്ന് കൊലവിളി നടത്തുകയായിരുന്നു. എന്തായാലും അതിദാരുണമായ ഒരു സംഭവം ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി വേണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയരുന്ന ആവശ്യം. ചെമ്പൻകുഴിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.